ഇപ്പോൾ നമ്മൾ വേർഡ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന എടുക്കുകയാണ്. 2013 വേർഷനാണ് നമ്മൾ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനായിരിക്കും വരിക. റീസെൻറ്റ് ഫയൽസ് ആയിരിക്കും നമുക്കിത് കിട്ടുക. ഇവിടെ എന്ന് വെച്ചാൽ ഒരെണ്ണം ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്, ബാക്കിയുള്ളത് പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് ആണ്, ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്യൂമേ കാര്യങ്ങളൊക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ എഡിറ്റ് ചെയ്താൽ മതി കണ്ടൻറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ചെയ്യുന്നത് ഫ്രം ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഈ പൊക്കത്ത് കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ആ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വേർഡിൻ്റെ ഹോം, സേവ് ചെയ്യാനുള്ളതും അൺഡു, റീഡു അങ്ങനത്തെ സെക്ഷൻസാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ തന്നെ മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള പ്രൊവിഷൻസൊക്കെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഒരു വേർഡ് എടുക്കാൻ നേരത്ത് നമുക്ക് ഈ ബോട്ടത്തിൽ നോക്കിയാൽ കാണാം പേജ് 1 of 1. അതായത് ഒരു പേജാണുള്ളത്. അതായത് നമ്മളൊരു വേർഡിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ ഒരു പേജ് ഡീഫോൾട്ടായിട്ട് വരും. അതാണ് കാണുന്നത്. 0 വേർഡ്സാണ് കൗണ്ടൻസ്. നമ്മളൊന്നും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വേർഡ് MS വേർഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എന്ന് പറയുന്നൊരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെനൂസിൽ കാര്യങ്ങളിലേക്ക് പോവാം. ഫയൽ മെനു ആണ് നമുക്കുള്ളത്. ഫയൽ മെനു എന്ന് പറയുമ്പോൾ ഇതാണ് ഫയൽ മെനു വരെ ഉണ്ടോ. ഫയൽ മെനുവിൽ ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ Ctrl+N ആണ് ന്യൂ മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അടുത്താണ് ഓപ്പൺ എന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽസിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ഓക്കെ, Ctrl+O ആണ് ഈ പറയുന്ന ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ. അടുത്താണ് സേവ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൺട്രോളും എസ്സും കൂടി അടിച്ചാൽ കീബോർഡിൽ കൺട്രോൾ കീയും എസ്സും കൂടി അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഫയലിൽ നിന്ന് സേവ് എടുത്ത് ക്ലിക്ക് ചെയ്താലും മതി. അടുത്ത ഓപ്ഷൻ സേവ് ആസ് ആണ്. സേവ് ആസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയലിനെ സെയിം ലൊക്കേഷനിൽ വേറൊരു പേരിലോ അല്ലെങ്കിൽ വേറൊരു ഫോർമാറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സേവ് ആസ് F12 പ്രസ് ചെയ്താൽ നമുക്ക് സേവ് ആസിൻ്റെ ആ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്താണ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ. പ്രിൻറ്റിൽ നമുക്ക് Ctrl+P ആണ്. നമ്മൾ കറൻ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് എന്താണോ അതിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ Ctrl+P ആണ് ഷോർട്ട് കട്ട്. ഷെയർ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് എല്ലാം സെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അടുത്താണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ് ഡോക്യുമെൻറ്റിനെ PDF അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലോ സേവ് ചെയ്യുന്നതിനെയാണ് സേവ് ചെയ്യാൻ, അതായത് വേറെ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനും. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് അതിലുള്ളത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെനൂസിലൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കളയാനോ ഒക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ് ഈ പറയുന്ന ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫയൽ മെനുവിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഫയൽ മെനു ഇതാണ്. ബാക്കിയെല്ലാം ടാബുകളാണ്. ഫസ്റ്റ് കാണുന്നത് ഹോം ടാബാണ്, പിന്നെ ഇൻസേർട്ട് ടാബ്, ഡിസൈൻ ടാബ്, പേജ് ലേഔട്ട്, അങ്ങനെ ഓരോ ടാബുകളാണ്. ഞാൻ ഈ ഓരോ ടാബുകൾ നിൽക്കുമ്പോഴും ഈ അടിയിലുള്ള ഈ ഒരു സെക്ഷൻ മാറുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് റിബൺ എന്നാണ്. അപ്പോൾ റിബൺ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പുകളായിട്ട്. ഹോമിൻ്റെ ഗ്രൂപ്പുകളാണ്, റിബണിൻ്റെ ഗ്രൂപ്പുകളാണ് ക്ലിപ്പ് ബോർഡ്, ഇത് ഫോണ്ട് ഗ്രൂപ്പ്, ഇത് പറഞ്ഞ പോലെ പാരഗ്രാഫ് ഗ്രൂപ്പ്, ഇത് സ്റ്റൈൽ ഗ്രൂപ്പ്, ഇത് എഡിറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ടാബിൻ്റെയും അണ്ടറിൽ റിബൺ ഉണ്ട്. ആ റിബണിനെ അഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഗ്രൂപ്പുകളെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഓരോ സെക്ഷനിലും നമുക്ക് ഓരോ മെനൂസ് വെച്ചിട്ട് ഓരോ ടാബുകൾ വെച്ചിട്ടും നമുക്ക് നോക്കാം.